പക്ഷേ ദൃശ്യം ഭയങ്കര ഹിറ്റായിട്ട് ഓടുകയാണെന്നാണ് പറയുന്നത് 3. അതായത് ഒന്നും രണ്ടും ഒന്നും അല്ലാത്ത തരത്തിലുള്ള ചില മൊമെൻറ്റ്സ് കൂടെ 3-ലുണ്ട് എന്നാണ് പറയുന്നത്. വൻ ഹിറ്റാണ്. എന്തായാലും നെഗറ്റീവായിട്ട് ആളുകളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ആദ്യ പകുതി കുറച്ച് ഞാനിപ്പോൾ നമ്മൾ രണ്ടുപേരും കണ്ടിട്ടില്ല. ആദ്യ പകുതി കുറച്ച് ഒന്ന് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് പകുതിയിലും ഹാഫിലും ഈ പറയുന്ന ക്ലൈമാക്സിലൊക്കെ ഗംഭീര മൊമെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ദൃശ്യം എപ്പോഴും നല്ല മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസുള്ള സിനിമകളെ അല്ല 3 ഏറ്റവും മികച്ച പെർഫോമൻസുള്ള സിനിമകൾ മോഹൻലാലിൻ്റെ വേറെ സിനിമകളാണല്ലോ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ പഴുതടച്ച സിനിമകളാണ് ഇതെല്ലാം എന്നും പറയാനും പറ്റില്ല. മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ള ഒരുപാട് ഗംഭീരമായിട്ടുള്ള പടങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ദൃശ്യം കേരളത്തിൻ്റെ നമ്മുടെ സാമൂഹ്യ മനസ്സിൻ്റെ ഒക്കെ ഭാഗമായിട്ടങ്ങ് മാറി. ദൃശ്യം ജോർജ് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ദൃശ്യത്തിലെ ജോർജ് കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരാളെ പോലെ നമുക്ക് അപ്പം അറിയാം. 3 വർഷത്തിൽ 1-2 തവണ ദൃശ്യം മോഡൽ കൊലപാതകം വാർത്തയും വായിക്കാറുണ്ട്. ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടങ്ങ് പോയി. അപ്പോൾ അതിനകത്ത് പക്ഷേ ഈ ദൃശ്യത്തിനകത്ത് മോഹൻലാൽ പണ്ട് മുതലേ മോഹൻലാലാക്കിയ കുറേ സംഗതികൾ എലമെൻസ് ഉണ്ട്. അതായത് മൂപ്പര് കുടുംബ പ്രേക്ഷകരുടെ ആളായിരുന്നല്ലോ. ആദ്യകാലത്ത് ചെറുപ്പക്കാരനായിട്ടുള്ള മകനായിട്ട്, പിന്നീട് ഭർത്താവായിട്ട്, അങ്ങനെ എല്ലാ തരത്തിലും ഒരു കുടുംബ പ്രേക്ഷകരുടെ ആൾ കൂടിയായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ആ കുടുംബം എന്ന സംഗതി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2 പെൺകുട്ടികളും ഭാര്യയുള്ളൊരു കുടുംബം. അതിനകത്ത് ഒരു പുരുഷ രൂപമായിട്ട് എല്ലാവരും രക്ഷിക്കുന്ന ഒരു പുരുഷ രൂപമായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അത് ഈ അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിലുള്ള മാസ് അടിച്ചു പിടിച്ചിട്ടൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ശേഷി കൊണ്ട് നേടുന്നു എന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ പ്രൊമോ ഇതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്യ 2 മാറിയിട്ട് ഇതിനകത്തൊരു കുറ്റബോധത്തിലേക്ക് ഇദ്ദേഹം പോവുകയാണോ. സിനിമ കണ്ട കുറേ ആളുകൾ നമ്മൾ ചർച്ച ഉണ്ടാവും, പക്ഷേ നമ്മൾ കാണാത്തതുകൊണ്ട് ഇതിലേ പറയാൻ പറ്റും. അതിനകത്ത് എൻ്റെ ശത്രു ഞാൻ തന്നെയാണെന്നോ മറ്റോ അതിൻ്റെ അകത്ത് പ്രൊമോ പറയേണ്ടത്. എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇതിനെ ഗംഭീരമായിട്ട് മറികടന്ന ഈ ജോർജ് കുട്ടിയും ആത്യന്തികമായിട്ടൊരു മനുഷ്യനെ കൊല്ലാനുള്ള വർഷമാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ ഒരു കുറ്റബോധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് അവനവനാൽ തന്നെ ഒരു മനുഷ്യനെ, അങ്ങനെ ഒരുപാട് സിനിമകൾ ലോക സിനിമയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യനെ കൊന്നിട്ട് ഈ പറയുന്ന ലോകത്തിലെ അറേബ്യയിലെ മുഴുവൻ ഇതുകൊണ്ടും കഴുകിയാൽ പോലും ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് വെച്ചാൽ, സഹജീവിയെ കൊല്ലുക എന്ന് വെച്ചാൽ അത് ഏറ്റവും വലിയ ക്രൈമാണ് എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ കുറ്റബോധത്തിൽ നീറുന്നു എന്ന സംഗതിയിലേക്ക് കൂടെ ഇത് വരുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതായത് കൂടുതൽ പറയുന്നില്ല. അതിലുള്ളൊരു കൗതുകം, സന്തോഷകരമായ കാര്യം, നമ്മുടെ ഓഫീസിലാണ് അതിൻ്റെ കുറേ ഷൂട്ടുകൾ നടന്നിരിക്കുന്നത്. അതായത് അതിൽ ദൃശ്യം കേരളത്തിലെ ഏറ്റവും വലിയ വമ്പൻ ഹിറ്റുകളിലൊന്നാണ് സിനിമ എന്ന നിലക്ക്. വലിയ ദൃശ്യം എന്ന് വെച്ചാൽ അതൊരു എല്ലാ ഭാഷകളിലേക്കും പോയി ഇന്ത്യക്കകത്ത് തന്നെയും പോയൊരു സിനിമ. എങ്ങനെ വന്നാലും ജയിക്കും എന്ന് ഉറപ്പുള്ളൊരു സിനിമ. ഇവിടെ എത്രയെത്ര മഹാമാധ്യമങ്ങളുണ്ടെന്ന് ആലോചിക്കണം. ദൃശ്യത്തിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദൃശ്യത്തിൻ്റെ പിന്നണിക്കാർ വന്ന് സമീപിച്ചത് നമ്മളെയാണ്. ഇങ്ങോട്ട് വന്ന് വിളിക്കുകയായിരുന്നു. ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്കൊരു അവസരം തരാമോ എന്ന്. പക്ഷേ അത് കണ്ടിറങ്ങിയ 1-2 സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, നിങ്ങളുടെ ചാനലൊക്കെ ഈ സിനിമയിലുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഇത് കണ്ടാൽ. ഞാൻ പറഞ്ഞു ഫിക്ഷൻ. ആ കാര്യം ഞാനും കേട്ടു. അതായത് നമ്മൾ കഥ പറയുന്നതല്ല ഇതിനകത്ത്. പക്ഷെ അത് ഒരു കൊലപാതകമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് വരുന്ന ഒരു സമൂഹ പ്രതിനിധാനത്തെ എടുത്തൊരു സ്ഥലത്തെ ഫിക്സ് ചെയ്യാൻ മാധ്യമങ്ങൾ, ഇത്രമാത്രം വലിയ മാധ്യമങ്ങൾ ഉണ്ടായിട്ടും നമ്മളെ സെലക്ട് ചെയ്തു, നമ്മളോട് അവരിങ്ങോട്ട് ചോദിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ്. അത് നമ്മൾ ഈ സിനിമയിൽ സിനിമക്കകത്ത് സിനിമയാണല്ലോ നമ്മുടെ മലയാളി രൂപീകരിച്ചൊരു വലിയ സംഭവം. അത് 10-20 വർഷങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗരിമ എന്ന് ആലോചിച്ചു.